ഇപ്പോൾ US, മെക്സിക്കോ, കാനഡ ഇവിടെയാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. പ്രധാനമായിട്ട് US-ലാണ് നടക്കുന്നത്. US ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഇഷ്യൂസാണ് ഇമിഗ്രേഷൻ ഇഷ്യൂസ്, അതേപോലെ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഇമിഗ്രൻ്റ് വർക്കേഴ്സിനെയൊക്കെ പുറത്താക്കുക, അങ്ങനെ കുറേ ഇഷ്യൂസ് നടക്കുന്നു. അമേരിക്കയിലേക്ക് കിടക്കാൻ 19 രാജ്യങ്ങൾക്കാണ് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഇപ്പോൾ സിറിയ, യമൻ, ഇറാൻ അങ്ങനെ തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണല്ലോ, അമേരിക്കയിലേക്ക് കിടക്കാൻ കഴിയില്ല. മറ്റ് ക്യൂബ, ടർക്ക്മെനിസ്ഥാൻ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾക്ക് പാർഷ്യൽ റെസ്ട്രിക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ ഫാൻസിനും എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിന് വരെ വിസ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. ഇറാനിൽ ഇപ്പോഴും അവർക്ക് പ്ലേയേഴ്സിന് കിട്ടിയിട്ടില്ല, പ്ലേയേഴ്സിനും ടീമിനും ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ. അപ്പോൾ ഈ ഫാൻസിനൊക്കെ ഈ കളി കാണാൻ വേണ്ടി വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ സെക്യൂരിറ്റി നോക്കുന്നത് അവിടുത്തെ ഐസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഐസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ ക്രാക്ക് ഡൗണിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അത് ഭയങ്കര വയലൻ്റ് ആയിട്ട് ആൾക്കാരെ പിടിക്കുക, അടിക്കുക, ഉപദ്രവിക്കുക. നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ സെക്യൂരിറ്റിക്കും മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാന ഫാക്ടർ ആവുന്നത് എന്നുള്ളൊരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ പല ഇഷ്യൂസും അല്ലെങ്കിൽ പല ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ആൾക്കാരുടെ ഇടയിൽ, ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ടേഷനുള്ള ചാൻസ് ഉണ്ട്, അവരെ പിടിച്ച് ഡിറ്റൻഷനുള്ള ചാൻസ് ഉണ്ട്, ജയിലിൽ കൊണ്ടടക്കാൻ. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷൻസൊക്കെ അവരെടുക്കും. മാത്രമല്ല വിസ ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ എയർപോർട്ടിലെത്തുമ്പോൾ എൻട്രി ഡിനൈ ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ സ്ക്രീനിങ്ങിന് വിധേയമാക്കും US. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് US-ലേക്ക് കടക്കാൻ പറ്റുമെന്നുള്ള കാര്യം പോയാലേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂ നിലനിൽക്കെ തന്നെ ആളുകൾ അങ്ങടേക്ക് പോകാൻ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, ഫാൻസ് അങ്ങടേക്ക് പോകാൻ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല.